പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. കേരളത്തിലെ നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 9ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. തൈക്കാട് അയ്യാഗുരു കാലഘട്ടം 1814 മുതൽ 1909 വരെ. തൈക്കാട് അയ്യാഗുരു 1814 കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരത്താണ് ശിവരാജയോഗി അയ്യാസ്വാമികൾ എന്ന തൈക്കാട് അയ്യാഗുരു ജനിച്ചത്. തൈക്കാട് അയ്യാഗുരു ജനിച്ചത് എവിടെയാണ്? കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരത്താണ് ജനിച്ചത്. ശിവരാജയോഗി അയ്യാസ്വാമികൾ എന്ന തൈക്കാട് അയ്യാഗുരു. സുബ്ബരായൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. സുബ്ബരായൻ എന്നായിരുന്നു തൈക്കാട് അയ്യാഗുരുവിന്റെ ആദ്യകാല നാമം. ഹഠയോഗോപദേഷ്ട എന്നറിയപ്പെട്ടിരുന്നത് തൈക്കാട് അയ്യാഗുരു ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യാഗുരു ആണ്. ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരെ വളരെയേറെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് തൈക്കാട് അയ്യാഗുരുവിൻ്റെത്. ആരെയൊക്കെയാണ്? ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും വളരെയധികം സ്വാധീനിച്ച വ്യക്തിത്വമാണ് തൈക്കാട് അയ്യാഗുരു. ഗുരുവിന്റെ ഗുരു എന്നാണ് തൈക്കാട് അയ്യയെ വിശേഷിപ്പിക്കുന്നത്. ഗുരുവിന്റെ ഗുരു എന്നാണ് തൈക്കാട് അയ്യയെ വിശേഷിപ്പിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ആദ്യമായി പറഞ്ഞത് തൈക്കാട് അയ്യാഗുരു ആയിരുന്നു. പിന്നീട് ഈ തത്വം ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചു. ഓക്കെ അല്ലേ? തൈക്കാട് അയ്യയെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ആയിരുന്നു സച്ചിദാനന്ദ മഹാരാജും ചിട്ടി പരദേശിയും. ആരൊക്കെയാണ്? സച്ചിദാനന്ദ മഹാരാജും ചിട്ടി പരദേശിയുമായിരുന്നു തൈക്കാട് അയ്യയെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ. അടുത്ത പോയിന്റ്, ജാതി വ്യവസ്ഥയെ സ്വാമികൾ ശക്തമായി എതിർക്കുകയും വിവിധ ജാതിയിലും മതത്തിലുമുള്ള ശിഷ്യന്മാരെ ഒന്നിച്ചിരുത്തി പന്തി ഭോജനം നടത്തുകയും ചെയ്തു. എന്താണ് പന്തി ഭോജനം? പന്തി ഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തൈക്കാട് അയ്യാഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്? ജാതി വ്യവസ്ഥയെ സ്വാമികൾ ശക്തമായി എതിർത്തിരുന്നു. വിവിധ ജാതിയിലും മതത്തിലുമുള്ള ശിഷ്യന്മാരെ ഒന്നിച്ചിരുത്തി പന്തി ഭോജനം നടത്തുകയും ചെയ്തു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? പോയിന്റ് എന്താണ്? സവർണ ഹിന്ദുക്കൾ പണലിപ്പറയൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നത് തൈക്കാട് അയ്യയെ ആയിരുന്നു. എന്താണ്? സവർണരായിട്ടുള്ള ഹിന്ദുക്കള് പണലിപ്പറയൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നത് തൈക്കാട് അയ്യയെ ആയിരുന്നു. പിന്നെ പറയുന്ന കാര്യം എന്താ? വിഗ്രഹാരാധനയെ സ്വാമികൾ എതിർത്തിരുന്നു. വിഗ്രഹാരാധനയെ തൈക്കാട് അയ്യാഗുരു എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു എന്ന് പറയുന്നു. തൈക്കാട് റെസിഡൻസിയിൽ സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്നതിനാൽ ആളുകൾ സൂപ്രണ്ട് അയ്യ എന്നും വിളിച്ചിരുന്നു. എന്താണ്? തൈക്കാട് ഒരു റെസിഡൻസി ഉണ്ടായിരുന്നു. ആ റെസിഡൻസിയിൽ സൂപ്രണ്ട് ആയിട്ട് ജോലി ചെയ്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ വിളിച്ചിരുന്നു? സൂപ്രണ്ട് അയ്യ എന്നും ആളുകൾ വിളിച്ചിരുന്നു. ഓക്കെ. തിരുവിതാംകൂറിലെ ആദ്യ മാസ്റ്റർ ബിരുദധാരിയായ മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് ചാലയിൽ ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചു. എന്താണ്? ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യാഗുരു ആണ്. ആരുടെ സഹകരണത്തോടെയാണ് എന്ന് ചോദിച്ചാൽ മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹകരണത്തോടെ. ആരാണ് മനോന്മണിയം സുന്ദരൻ പിള്ള എന്ന് പറയുന്നത്? തിരുവിതാംകൂറിലെ ആദ്യ മാസ്റ്റർ ബിരുദധാരിയാണ്. ആരാണ്? മാസ്റ്റർ ബിരുദധാരിയാണ്. ആര്? മനോന്മണിയം സുന്ദരൻ പിള്ള. ഓക്കെ. പിന്നെ പറയുന്ന പോയിന്റ് എന്താണ്? ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി തൈക്കാട് അയ്യയെ നിയോഗിച്ചത് മഗ്രിഗർ ആയിരുന്നു. ആരാണ്? മഗ്രിഗർ ആയിരുന്നു. ഓക്കെ. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? തൈക്കാട് ഗുരു. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാഗുരു. പിന്നെ പറയുന്ന പോയിന്റ് എന്താ? ചെന്നൈയിലുള്ള അഷ്ടപ്രധാൻ സഭയിൽ അദ്ദേഹം തുടർച്ചയായി പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിലുള്ള അഷ്ടപ്രധാൻ സഭയിൽ. ഓക്കെ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, യോഗിനി അമ്മ, അയ്യങ്കാളി, AR രാജരാജവർമ്മ, പിന്നെ രവിവർമ്മ, പേട്ട ഫെർണാണ്ടസ് എന്നിവർ പ്രധാന ശിഷ്യന്മാരായിരുന്നു. ആരൊക്കെയാണ് ശിഷ്യന്മാര്? ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു, ചട്ടമ്പിസ്വാമികൾ ഉണ്ടായിരുന്നു, യോഗിനി അമ്മയുണ്ടായിരുന്നു, അയ്യങ്കാളി ഉണ്ടായിരുന്നു, AR രാജരാജവർമ്മ ഉണ്ടായിരുന്നു, രവിവർമ്മ ഉണ്ടായിരുന്നു, പിന്നെ പേട്ട ഫെർണാണ്ടസ് എന്നിവർ തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാർ ആയിരുന്നു. ഓക്കെ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? സംഗീതജ്ഞന്മാരിലെ രാജാവ് എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളായിരുന്നു തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ്. ഓക്കെ.
1984 തൈക്കാട് അയ്യ മിഷൻ രൂപം കൊള്ളുന്നത്. 1984. ഓക്കെ അല്ലേ? തൈക്കാട് അയ്യ ഗുരുവിന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബ്രഹ്മോത്തരകാന്ഡം, പഴനി വൈഭവം, രാമായണം പാട്ട്, രാമായണ ബാലകാന്ഡം, തിരുവാരൂർ മുരുകൻ, എന്റെ കാശിയാത്ര, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലെ, കുമാരകോവിൽ കുറവൻ, ഉള്ളൂർ അമരാന്ത ഗുഹൻ എന്നിവ തൈക്കാട് അയ്യ ഗുരുവിന്റെ പ്രധാന രചനകളാണ്. ഒന്നുകൂടെ പറയാം. ബ്രഹ്മോത്തരകാന്ഡം, പഴനി വൈഭവം, രാമായണം പാട്ട്, രാമായണ ബാലകാന്ഡം, തിരുവാരൂർ മുരുകൻ, എന്റെ കാശിയാത്ര, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലെ, കുമാരകോവിൽ കുറവൻ, ഉള്ളൂർ അമരാന്ത ഗുഹൻ എന്നിവയെല്ലാം തൈക്കാട് അയ്യ ഗുരുവിന്റെ പ്രധാന രചനകളായിരുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ തൈക്കാട് അയ്യ ഗുരുവിനെ കുറിച്ച്? അടുത്ത നവോത്ഥാന നായകൻ ആരാണെന്ന് നോക്കാം. ആരാണ് അടുത്ത നവോത്ഥാന നായകൻ? പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ആളാണ് വൈകുണ്ഠസ്വാമികൾ. കാലഘട്ടം 1809 മുതൽ 1851 വരെയുള്ള ചെറിയ കാലഘട്ടം, 42 വർഷ കാലഘട്ടമാണ് വൈകുണ്ഠസ്വാമികളുടേത്. 1809 മുതൽ 1851 വരെ. ഒന്നാമത്തെ ചോദ്യം, 1809 നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ്. അപ്പൊ വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ട സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന ഒരു പദമുണ്ട്, അത് പഠിക്കുക. 1809 നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താംകോയിൽ വിളയിലെ ഒരു ചാന്നാർ കുടുംബത്തിലാണ് അയ്യ വൈകുണ്ഠർ ജനിച്ചത്. 1809. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് ആയി അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നു. എന്താണ്? സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മുടിചൂടും പെരുമാൾ എന്ന ആദ്യകാല പേര് സവർണരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. എന്താണ്? മുടിചൂടും പെരുമാൾ എന്ന ആദ്യകാല പേര് സവർണരുടെ എതിർപ്പിനെ തുടർന്ന് എന്താക്കി മാറ്റി? അദ്ദേഹം മുത്തുക്കുട്ടിയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഏത്? തിരുക്കുറൽ. എന്താണ്? വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം ഏതാണ്? തിരുക്കുറൽ. ഓക്കെ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി ജന്മിമാരുടെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കലിനെതിരെ പ്രക്ഷോഭം നയിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികളായിരുന്നു. എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി ജന്മിമാരുടെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കലിനെതിരെ പ്രക്ഷോഭം നയിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളായിരുന്നു. ഓക്കെ. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച് അനീതികൾക്കെതിരെ പോരാടി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ട്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ 1836 1836 നമ്മൾ പറയണം. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ് എന്ന് പറയണം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? സമത്വ സമാജമാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1836 സ്ഥാപിച്ചത്. ഒൻറേ ജാതി, ഒൻറേ മതം, ഒൻറേ ഉലകം, ഒൻറേ അരശ്, ഒൻറേ നീതി എന്ന ആശയം വൈകുണ്ഠസ്വാമികളുടേതാണ്. എന്താണ്? ഒൻറേ ജാതി, ഒൻറേ മതം, ഒൻറേ ഉലകം, ഒൻറേ അരശ്, ഒൻറേ നീതി എന്ന ആശയം വൈകുണ്ഠസ്വാമികളുടേതാണ്. ഓക്കെ. തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരത്തെ നീചന്റെ ഭരണം, എന്താണ്? അനന്തപുരത്തെ നീചന്റെ ഭരണം എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്നും, എന്താണ്? വെണ്ണീജ ഭരണം എന്നും വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഒന്നുകൂടെ പറയാം. തിരുവിതാംകൂറിലെ രാജഭരണത്തെ അദ്ദേഹം അനന്തപുരത്തെ നീചന്റെ ഭരണം എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്നും വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. സ്വാതി തിരുനാൾ മഹാരാജാവ് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ശിങ്കാരത്തോപ്പ് ജയിലിലാണ്. എവിടെയാണ്? ശിങ്കാരത്തോപ്പ് ജയിലിലാണ് വൈകുണ്ഠസ്വാമികളെ തടവിലാക്കിയത്. ആര്? സ്വാതി തിരുനാൾ. ഓക്കെ. ജയിൽ മോചിതനായ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താ?
ഇതൊരു പ്രീവിയസ് ഒരു ചോദ്യമായിട്ട് ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ്. എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിലാണ്, ശ്രദ്ധിച്ചോണം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ. നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം അദ്ദേഹം നടപ്പിലാക്കി. എന്താണ്? നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പിന്നെ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നിഴൽ താങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. നിഴൽ താങ്കൽ. ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തി കൂട്ടായ്മ. എന്താണ്? തുവയൽ പന്തി കൂട്ടായ്മ എന്ന സംഘം സ്ഥാപിച്ചതും ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികളാണ്. ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തി എന്ന കൂട്ടായ്മ സംഘം സ്ഥാപിച്ചതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പിന്നെ പറയുന്നത് എന്താണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും ഇദ്ദേഹമാണ്. സമപന്തി ഭോജനം. ഓക്കെ അല്ലേ? പിന്നെ എന്താ? ധർമ്മം പിന്തുടരാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയതും അന്നദാനമാണ് ഏറ്റവും വലിയ ധർമ്മം എന്നും പറഞ്ഞതും വൈകുണ്ഠസ്വാമിയാണ്. മേൽമുണ്ട് സമരത്തിന് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമിയാണ്. ആചാരങ്ങളുടെ പേരിൽ അമ്പലങ്ങളിൽ മൃഗബലി നടത്തുന്നതിന് എതിരെ വൈകുണ്ഠസ്വാമി എന്ത് ചെയ്തു? എതിർത്തിരുന്നു. ഓക്കെ. ആചാരങ്ങളുടെ പേരിൽ അമ്പലങ്ങളിൽ മൃഗബലി നടത്തുന്നതിനെ വൈകുണ്ഠസ്വാമികൾ എതിർത്തിരുന്നു. എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ. എന്താണ്? മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിത്തോപ്പിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. അതായത് എല്ലാവർക്കും എന്താണ്? വെള്ളം കുടിക്കാൻ പറ്റുന്ന കിണർ. ഏത് കിണർ? മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ എവിടെ സ്ഥാപിച്ചു? സ്വാമിത്തോപ്പിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ അല്ലേ? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യാവഴി. എന്താണ്? അയ്യാവഴി എന്ന ചിന്താ പദ്ധതി വികസിപ്പിച്ചെടുത്തതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. താമര നമ്മളിവിടെ കണ്ടായിരുന്നു. നോക്കിക്കേ, ഇതാണ് തീജ്വാല വഹിക്കുന്ന താമര. ഇതാണ് എന്താണ്? നമ്മുടെ അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴി. ഓക്കെ അല്ലേ? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യാവഴി എന്ന ചിന്താ പദ്ധതി ആരാണ് വികസിപ്പിച്ചെടുത്തത്? വൈകുണ്ഠസ്വാമികളാണ്. അതിന്റെ ചിഹ്നം എന്തായിരുന്നു? തീജാല വഹിക്കുന്ന താമര. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? തിരുച്ചെന്തൂരിലെ ദച്ചനം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ദച്ചനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. 5 പേർ അടങ്ങുന്ന ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡർ എന്നാണ്. എന്താണ്? സീഡർ എന്നാണ് അറിയപ്പെടുന്നത്. ശിഷ്യർ അറിയപ്പെടുന്ന പേരെന്താണ്? 5 പേർ അടങ്ങുന്ന ശിഷ്യഗണം അറിയപ്പെടുന്ന പേരെന്താണ്? സീഡർ എന്നാണ് അറിയപ്പെടുന്നത്. സീഡർ. ഓക്കെ. അയ്യാവൈകുണ്ഠ അവതാരം, കൊടിയേറ്റു തിരുനാൾ എന്നിവയാണ് അയ്യാവഴിയുടെ ഉത്സവങ്ങൾ. ഏതൊക്കെയാണ്? അയ്യാവൈകുണ്ഠ അവതാരം, കൊടിയേറ്റു തിരുനാൾ എന്നിവയാണ് അയ്യാവഴിക്കാരുടെ ഉത്സവങ്ങൾ. പിന്നെ അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ്. വൈകുണ്ഠമല കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിൽ. എവിടെയാ? അത്തളവിളയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP. എന്താണ് VSDP എന്ന് പറഞ്ഞാല് വൈകുണ്ഠം സ്വാമി ധർമ്മ പ്രചാരണ സഭ എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP. ഓക്കെ. വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം എന്നറിയപ്പെടുന്നു. എന്താണ്? നിലവിളി സമരം. 2014 നടന്ന നിലവിളി സമരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം 2014. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ നമ്മൾ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ എന്താണ്? ജാതി ഒன்று, മതം ഒன்று, ദൈവം ഒன்று, കുലം ഒன்று, നീതി ഒன்று എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് എന്നുള്ള കാര്യം ഓർക്കുക, മറക്കരുത്. പ്രധാനമായിട്ടും പഠിക്കേണ്ട പോയിന്റുകൾ. ക്ലിയർ ആണല്ലോ? വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത നവോത്ഥാന നായകനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ആരാണ്?
ആഗമാനന്ദ സ്വാമികൾ. ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ കാലഘട്ടം 1896 മുതൽ 1961 വരെ. 1896 1961. അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിൽ ചവറയിൽ ബ്രാഹ്മണ കുടുംബാംഗമായാണ് ആഗമാനന്ദ സ്വാമികൾ ജനിക്കുന്നത്. എവിടെയാ ജനിച്ചത്? കൊല്ലം ജില്ലയിലാണ് ജനിച്ചത്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിക്കുന്നത്. കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പേര്. കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. സന്യാസ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച പേരാണ് എന്ത്? ആഗമാനന്ദൻ. എന്താണ്? ആഗമാനന്ദൻ എന്നായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി എന്ന യഥാർത്ഥ പേരിൽ അറിയപ്പെട്ട ആഗമാനന്ദ സ്വാമികളുടെ സന്യാസി ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വീകരിച്ച പേര്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ആഗമാനന്ദ സ്വാമികൾ. ഓക്കെ, കേരള വിവേകാനന്ദൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആഗമാനന്ദ സ്വാമികളാണ് എന്നുള്ള കാര്യം മറക്കാതെ എഴുതുക. ഓക്കെ, ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ്. എവിടെയാണ്? പുതുക്കാട്ടാണ്. 1935 ആഗമാനന്ദ സ്വാമി ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിക്കുന്നത്. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണാശ്രമം അല്ലെങ്കിൽ കാലടി അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. എന്ന് 1936. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന പോയിന്റ് നോക്കിക്കേ. കാലടിയിൽ ശ്രീശങ്കര കോളേജ് സ്ഥാപിച്ചതും സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതും ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. കാലടിയിൽ ശ്രീശങ്കര കോളേജ് ഉണ്ടല്ലോ, അത് സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. പിന്നെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതും ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം. എന്താണ്? ബ്രഹ്മാനന്ദോദയം. എവിടെയാണ്? കാലടിയിലാണ്. ആഗമാനന്ദ സ്വാമികൾ വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആര്? ആഗമാനന്ദ സ്വാമികൾ വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം ആരംഭിച്ച മാസികകളാണ് അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നിവ. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ മാസികകൾ ഏതൊക്കെയാണ്? അമൃതവാണിയും പ്രബുദ്ധ കേരളവും. ഓക്കെ, വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത് ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം എന്നിവയാണ് ആഗമാനന്ദ സ്വാമികളുടെ പ്രധാന കൃതികൾ. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച്? നമുക്ക് അടുത്ത നവോത്ഥാന നായകൻ ആരാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത നവോത്ഥാന നായകൻ ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവന്റെ അദ്ദേഹത്തിന്റെ കാലഘട്ടം 1882 മുതൽ 1950 വരെയുള്ള കാലഘട്ടം. 1882 1950. 1882 ഏപ്രിൽ 28 പത്തനംതിട്ട ജില്ലയിലെ ബുധനൂരിലാണ് ആര് ജനിച്ചത്? ശുഭാനന്ദ ഗുരുദേവൻ ജനിക്കുന്നത്. 1882 ഏപ്രിൽ 28 പത്തനംതിട്ട ജില്ലയിലെ ബുധനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പാപ്പൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. പാപ്പൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. 1927 മെയ് മാസത്തിൽ 450 അനുയായികളുമായി മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് ശുഭാനന്ദ ഗുരുദേവൻ തീർത്ഥാടന ജാഥ നടത്തി. എന്താണ്? 480 അനുയായികളുമായി 1927 മെയ് മാസത്തിൽ മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് ശുഭാനന്ദ ഗുരുദേവൻ തീർത്ഥാടന ജാഥ നടത്തി. ശുഭാനന്ദ ഗുരുവിന്റെ ആത്മീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആരുടെ? ശുഭാനന്ദ ഗുരുദേവന്റെ ആത്മീയ ഗുരു ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. 1930 ആലുമൂട്ടിൽ AK ഗോവിന്ദദാസിന്റെ രക്ഷാധികാരത്വത്തിൽ നടന്ന മതമഹാസമ്മേളനത്തിൽ ശുഭാനന്ദ ഗുരുദേവൻ പങ്കെടുത്തിരുന്നു. 1930. 1932 മാവേലിക്കര ചെറുകോൽ എന്ന സ്ഥലത്ത് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. എന്ന് 1932. എവിടെ? മാവേലിക്കരയിൽ. മാവേലിക്കരയിൽ ചെറുകോൽ എന്ന സ്ഥലത്ത് ആത്മബോധോദയ സംഘം എന്ന സംഘടന സ്ഥാപിച്ചു. ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. 1934
കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള തട്ടാരമ്പലത്ത് വെച്ച് സ്വീകരിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. എന്താണ്? 1934 കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള തട്ടാരമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സ്വീകരിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. ഓക്കെ അല്ലേ? അദ്ദേഹം 1950 ശുഭാനന്ദ ഗുരുദേവൻ സമാധിയായി. 1950 ശുഭാനന്ദ ഗുരുദേവൻ സമാധിയായി. അപ്പൊ മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരെ കുറിച്ച് ചർച്ച ചെയ്തു? ഒന്ന് ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു, ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറഞ്ഞു, വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ആരെ കുറിച്ചാ പറഞ്ഞു? ആദ്യം ആരെ കുറിച്ചാ പറഞ്ഞത്? തൈക്കാട് അയ്യ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത നവോത്ഥാന നായകനുമായിട്ട് കാണാം. താങ്ക് യു.